നഴ്സുമാർ ചെയ്യണ 90% കാര്യങ്ങളും നമുക്ക് ഈ നമ്മുടെ നഴ്സ് റോബോട്ട് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ COVID-19 അങ്ങനെ ഐസൊലേഷൻ വാർഡ് അങ്ങനെയുള്ള വാർഡുകൾക്കാണ് പ്രധാനമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ ഹയർ സെക്കൻഡറി വർക്കിംഗ് മോഡലിൽ ഒരു റോബോട്ടിക് നഴ്സുമായി തിരിക്കുകയാണ് തൃശ്ശൂർ മാള സെൻറ് ആൻഡ്രൂസിലെ എയ്ഡനും ഗോഡ്സണും. എങ്ങനെയാണ് ഈ ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉപകാരപ്രദമാകുന്നത്? ഈ റോബോട്ട് ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കുറേ പ്രശ്നങ്ങൾ എങ്ങനെ റിയൽ ലൈഫിൽ പരിഹരിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരുന്നത്. ഇതിൽ നമുക്ക് 5 സിസ്റ്റംസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, രോഗിയുടെ വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം അണുവിമുക്തമാക്കാൻ UV സ്റ്റെറിലൈസിങ് യൂണിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. രോഗിക്ക് സമയത്തിന് നഴ്സിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി അവിടെ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ COVID-19 അങ്ങനെ ഐസൊലേഷൻ വാർഡ് അങ്ങനെയുള്ള വാർഡുകൾക്കാണ് പ്രധാനമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നേഴ്സും രോഗികളുമായിട്ടുള്ള കോൺടാക്റ്റ് വളരെയധികം രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരിക്കലും നേഴ്സിനെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെ മാറ്റാൻ സാധിക്കില്ല. മെൻ്റലി നമുക്ക് റോബോട്ടിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മെൻ്റലി നമുക്ക് നേഴ്സിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റോബോട്ട് ഒരു പരിധി വരെ നമുക്ക് ഈ നേഴ്സുമാർക്ക് ഈ രോഗം സ്പ്രെഡ് ആവുന്നതിന് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ തിരക്ക് കൂടിയ ആശുപത്രികളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വർക്ക് ഒപ്റ്റിമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അവർ പണി കുറയ്ക്കാൻ പറ്റും. നമ്മളൊരു വെബ് ക്യാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എല്ലാ സമയവും നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ വെബ് ക്യാം നമ്മൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം. അതുകൊണ്ട് ഈ വെബ് ക്യാം SSL സർട്ടിഫിക്കറ്റ് ഉള്ള സൈറ്റ് വെച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ മെഡിബോട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വരും.